ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ അടിപൊളിയായിട്ട് റേഷനറി കൊണ്ട് ബിരിയാണി സ്റ്റൈലിലേക്ക് ചോറുണ്ടാക്കാൻ പറ്റും കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വളരെ ഈസിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആയിട്ട് ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് വേണ്ട നമ്മൾ അധികം വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർത്താം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ചധികം ബീൻസ്, അതുപോലെ ക്യാരറ്റ്, പിന്നെ ഉള്ളി, അതുപോലെ 2 തക്കാളി ഇതുപോലെ വലിയ സൈസിലെല്ലാം എടുത്ത് വെച്ച് കട്ട് ചെയ്തിരിക്കുന്നില്ല. വയ്യ ലാസ്റ്റ് പേസ്റ്റ് അരച്ചെടുക്കണം മിക്സി ജാറിലേക്ക്. അപ്പം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇതുപോലെ മിക്സിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതോടെ മാറ്റി വെക്കുക. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സോയാബീനാണ് കേട്ടോ. സോയാബീൻ ഏകദേശം കുറച്ച് മുന്നേ ഞാൻ തിളക്കുന്ന വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് നല്ല വൃത്തിയായി കഴുകിയിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നമുക്ക് ഈ സമയം കൊണ്ട് അരി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. ഞാനിവിടെ ഏകദേശം 2 പാട്ട അരിയാണ് ഇട്ടെടുക്കുന്നത്. നിങ്ങൾ സാധാരണ ചോറിനൊക്കെ വെക്കുന്ന അരിയില്ലേ, അതേ അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2 പാട്ട അരി ആയതുകൊണ്ട് 3 പാട്ട കണക്കായി വെള്ളം എടുത്തത്. നിങ്ങൾക്ക് ഏകദേശം വെള്ളത്തിൽ കണക്കുണ്ടാവില്ല ചോറ് വെക്കുന്നതിൻ്റെ. ഇനി സോയാബീൻ നമുക്ക് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ പരക്കി വെക്കാം. ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, കുരുമുളക് ചേർത്ത് നന്നായിട്ട് ഫുള്ളൊന്ന് കുഴച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട്, മസാലയൊക്കെ പിടിക്കേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിലും പിന്നെ ഏകദേശം 1 ടീസ്പൂണോളം പശുവിൻ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമുക്കിതിലേക്ക് കുറേ ചേരുവൊന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ചോറിനൊക്കെ ബിരിയാണിക്ക് വേണ്ട മസാല പോലെ അത് കുറേയൊന്നും ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയെടുക്കുന്ന റെസിപ്പി ആയിട്ട് ഇത്. വെക്കേഷനൊക്കെ ആണല്ലോ, അപ്പോൾ കുട്ടിയൊക്കെ ഉറപ്പായി ട്രൈ ചെയ്ത് വെക്കാം. നല്ലോണം ഇഷ്ടപ്പെടും. കാരണം സോയാബീൻ ഫ്രൈ ചെയ്തുകൊണ്ട് നല്ല ടേസ്റ്റിന് ഇതൊക്കെ കഴിക്കാനതിൻ്റെ കൂടെ. ഉള്ളി കുറച്ചൊന്ന് വാടിയാൽ ഇതിലേക്ക് ലേശം പട്ടയും കറാമും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് സോയാബീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഏകദേശം സോയാബീൻ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് അവസാനം 1 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് ഏകദേശം കുറച്ച് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ഇട്ടിട്ട് ഏകദേശം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഞാൻ ആദ്യം സവാള ഇടുമ്പോൾ തന്നെ ഉപ്പിട ചേർത്ത് തന്നിട്ടില്ല. ഏകദേശം ബീൻസും ക്യാരറ്റും അതിലേക്ക് ഉപ്പൊക്കെ പിടിക്കേണ്ടിയിട്ടാണ് അതിന് ശേഷം ഇട്ട് കൊടുത്തത്. എൻ്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇത്. അപ്പം ഞാനിത് അധികം ഒന്നൊക്കെ ശനി ഞായർ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ജസ്റ്റ് വെക്കേഷൻ സമയത്ത് ഉണ്ടാക്കി കൊടുക്കലും ചൂടോടെ കഴിക്കുമ്പോൾ തന്നെ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ സോസൊക്കെ കൂട്ടി കഴിക്കാൻ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. ലാസ്റ്റ് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഞാൻ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ. ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിന് വെച്ചാൽ കറിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ, നല്ല ടേസ്റ്റോടെ തന്നെ ഇത് കഴിക്കാൻ പറ്റും. ഇനി നമുക്ക് 2 വലിയ തക്കാളി നേരത്തെ മാറ്റി വെച്ചിട്ടല്ലോ, അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് ഞാൻ അടുപ്പത്ത് ആ സമയം കൊണ്ട് വെള്ളം വെച്ചിട്ടായിരുന്നു. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇതിങ്ങനെ. അപ്പോൾ ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. ഏകദേശം 3 പാട്ട കണക്കാണ് വെള്ളം എടുത്തത് ഞാൻ. അങ്ങനെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ തക്കാളി. അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വെച്ചാൽ അരി ഇതിലേക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കലാണ്. ഏകദേശം മസാലയൊക്കെ നന്നായിട്ടൊന്ന് ക്യാരറ്റും ബീൻസൊക്കെ വെന്ത് വന്നിട്ട് നല്ല കറക്റ്റ് വേവ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫുള്ള് മിക്സാക്കി എടുക്കുക. കുട്ടിക്കൊക്കെ അല്ലെങ്കിൽ നമുക്കൊക്കെ എപ്പോഴും ചോറും കറി ഒരു മടുപ്പുണ്ടാവില്ല. വല്ലപ്പോഴും ഇതുപോലെ ട്രൈ ചെയ്ത് വെക്കാം. ഇത് നല്ല ഹെൽത്തിയുമാണല്ലോ. കുറച്ച് ബീൻസും ക്യാരറ്റും നിങ്ങളിപ്പോൾ ഇതിൽ പച്ചക്കറി ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ബീൻസും ക്യാരറ്റും മാത്രം ഇതിലിട്ട് കൊടുത്തതാണ്. പിന്നെ സോയാബീൻ ഉണ്ടല്ലോ, അങ്ങനെ തക്കാളിൻ്റെ പേസ്റ്റിലൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് അടുപ്പത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടായിരുന്നു കുറച്ച് മുന്നേ. നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. റേഷനറിയുടെ ഏകദേശം വേവൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. കാരണം വെച്ചാൽ ഞാൻ ഇത് തിളപ്പിച്ച ശേഷം ഇത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം റേഷനറി പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഏകദേശം വേവുന്ന ടൈപ്പാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ഏകദേശം വെള്ളം ഏകദേശം കറക്റ്റ് വെന്ത് വന്നാൽ ഓഫ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ അരി ഏകദേശം മൂടി വെച്ചിട്ട് തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആ സമയം കൊണ്ട് ഏകദേശം ഒരു ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. അവസാനം ഇതിലേക്ക് ചോറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സോയാബീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളമൊക്കെ ഏകദേശം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും
പിന്നെ ഇതിൽ ഓപ്ഷൻ മാത്രമാണ്, ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മന്തി മസാലപ്പൊടി ഇല്ല, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. നേരത്തെ അറിയ മസാലപ്പൊടി ഉണ്ടായിരുന്നു, ഞാൻ അത് ഇട്ട് കൊടുത്തത്. അറിയ മസാലപ്പൊടി മന്തി മസാലപ്പൊടി ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ടേസ്റ്റ് മാത്രം ഇട്ട് കൊടുത്തതേ ഉള്ളൂ. നന്നായിട്ട് വെള്ളമൊക്കെ വേകുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു ക്യാപ്സിക്കം പിന്നെ കുറച്ചധികം മല്ലിയില എടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അവസാനം ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച സോയാബീനും പിന്നെ മല്ലിയിലും ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജസ്റ്റ് നമുക്കിത് മല്ലിയിലും അതുപോലെ സോയാബീനും ക്യാപ്സിക്കം ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇതിൻ്റെ ആവിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് അങ്ങനെ ഞാൻ ഇതിലേക്ക് തീ കുറച്ച് കൊടുത്തിട്ട് മൂടി വെക്കുന്നുണ്ട്. അങ്ങനെ 2 മിനിറ്റിന് ശേഷം നമുക്ക് ജസ്റ്റ് തുറന്ന് നോക്കുന്നതിന് അതിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അങ്ങനെ നന്നായിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അങ്ങനെ ഇതാ മക്കളെ അടിപൊളിയായിട്ടുള്ള ഇവിടെ റേഷനെ കൊണ്ടുള്ള ബിരിയാണിക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. നിങ്ങളിത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഇതിൻ്റെ കൂടെ കുട്ടിക്ക് മയോണൈസ് എന്നൊരു മയോണൈസ് അടിച്ചു കൊടുത്തതാണ്. മയോണൈസിൻ്റെ പേര് കുട്ടിക്ക് പറയാൻ വേണ്ടല്ലോ, പ്ലേറ്റ് കാലം അറിയുന്നില്ല. ഞാൻ ജസ്റ്റ് കുട്ടിക്ക് വേണ്ടി ഇങ്ങനെ അടിച്ചു കൊടുത്തത്, ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. സോയാബീൻ ഇതിലുണ്ടല്ലോ. ഇതിൻ്റെ കൂടെ സോസ് വേണമെന്നോ മയോണൈസിനൊന്നും യാതൊരു ആവശ്യമൊന്നുമില്ല കേട്ടോ. കുട്ടിക്ക് ജസ്റ്റ് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി കൊടുത്തെന്നുള്ളൂ. സാധാരണ ഈ ഒരു ചോറിനെ മതി, വേറെ കാലം അറിയുന്നതേ ഇല്ല. നിങ്ങളൊപ്പം ട്രൈ ചെയ്ത് നിങ്ങൾക്കിത് മനസ്സിലാവും. അങ്ങനെ അടിപൊളിയായിട്ടില്ല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കില്ല. അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉറപ്പാൻ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.